ജമ്മു കശ്മീരിലെ കുൽഗാം ജില്ലയിലെ ഇഷ്ടിക ചൂളയിലുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളും മരിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ് സ്വദേശി ഭൂപീന്ദറാണ് പുലർച്ചെ മരിച്ചത്. ഇതോടെ മരണം രണ്ടായി. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദീപക് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ആക്രമണം നടന്നത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. അനന്ത്നാഗ് നഗരത്തിൽ ഭീകരർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്ന് 10 ദിവസത്തിനകമാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. നോബിൾ മാരിക്കാരൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. നോബിൾ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ചികിത്സയിലായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഭൂപീന്ദറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് ഇയാൾ. ഇന്ന് പുലർച്ചെയായിരുന്നു ഇയാളുടെ അന്ത്യം നടന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഗുരുതരമായി ഈ ഭൂപീന്ദർക്ക് പരിക്കേറ്റിരുന്നു. ഇതോടെ മൊത്തം 2 മരണങ്ങളായി ഈ ആക്രമണത്തിൽ. നേരത്തെ ദീപക് എന്ന ഛത്തീസ്ഗഡ് സ്വദേശിയും കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണവും തിരച്ചിലും പുരോഗമിക്കുകയാണ്. ഭീകരർ ആ സംഭവ സ്ഥലത്ത് പ്രത്യേകിച്ച് ഇഷ്ടികച്ചൂളയിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. അതിനു പിന്നാലെ ഭീകരാക്രമണം ഉണ്ടായത്. അതിനു പിന്നാലെ ഭീകരർ അവിടെ നിന്ന് ഒളിക്കുകയായിരുന്നു. അവരെ കണ്ടെത്താൻ വേണ്ടി മേഖല പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് സൈന്യം. പക്ഷേ ഇതുവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ തന്നെ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടന്നു വരികയാണ്. മറ്റ് ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടൊക്കെ പരിശോധന നടക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ കൃത്യമായി തന്നെ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ഭീകരാക്രമണമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം അനന്ത്നാഗിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഭീകരർ വധിച്ചിരുന്നു. അതിനുശേഷം 10 ദിവസം കഴിയുമ്പോഴാണ് ഇപ്പോഴത്തെ മറ്റൊരു ഭീകരാക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. വലിയ തരത്തിൽ ഈ വിഷയം ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാരും കാണുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള ആളുകൾ പ്രത്യേക സുരക്ഷാ യോഗങ്ങൾ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉടൻ തന്നെ ഭീകരരെ കീഴ്പ്പെടുത്തും എന്നാണ് സൈനിക വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്.